fast, all tied up like a captive. On to you, used to pay to my mind, sending no rainbows, playing it cool. I haven't felt this in ages, and I know my patience, so won't you please? കൂട്ടുകാരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുമായിട്ടാണ് നമ്മൾ നിൽക്കണത്. അതുപോലെ തന്നെ നമ്മളൊരു പ്രത്യേകം ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേരിന് ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. നമ്മുടെ ചാനലിൻ്റെ പേരാണ് വില്ലേജ് റൂട്ട് റെക്കോർഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, ബൈ റിജോയ്. അപ്പോൾ നമ്മൾ എന്നാന്ന് വെച്ചാൽ റിജോയ് അടിമാലി എന്നുള്ള ഒരു പേര് നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. അതായത് നമ്മളെ പേര് ഒരു കാരണവശാൽ ഒരു സെർച്ചിങ് ലിസ്റ്റിലേക്ക് വരുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പേരൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു നല്ല രീതിക്കുള്ള കണ്ടന്റ് ബേസ്ഡ് ചാനലായി നമ്മുടെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ പേര് മാറ്റുന്നതിന് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഒരു എണ്ണ, അതായത് ദന്തപ്പാലയുടെ ഓയിൽ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ടൈറ്റിൽ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വീഡിയോയുടെ ഒരു ഗതി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ദന്തപ്പാല എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ഇല നമ്മൾ പറിച്ച്, അതായത് ഒരു ഹിൽസ് ഏരിയയിൽ പോയി നമ്മൾ ആ പാലയുടെ ഇല പറിച്ച് കൊണ്ടുവന്നിട്ട് ആ ഇല എങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എടുത്ത് അതിനും കൊണ്ട് നമ്മുടെ ത്വക്കിനുള്ള ത്വക്ക് രോഗങ്ങൾ, ഹെയർ ഫോൾസ്, അതായത് താരൻ എന്നുള്ള വക കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നൊരു എണ്ണയാണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോണേ. അപ്പോൾ നമുക്ക് മനോഹരമായ നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ മലയുടെ മേളിലെത്തി. ഇത് മേളിലെ സൈഡിലേക്ക് നോക്കിയാൽ പാറയൊക്കെ കാണാം, ചുറ്റും ഒരു കാട്, ഒരു അന്തരീക്ഷം, പിന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇല പറിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് കുറച്ച് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ആ ഇല പറിച്ചെടുക്കാം. ഇല പറിച്ചെടുത്തിട്ട് കുറച്ച് പ്രോസസ്സിങ് കൂടുതലുണ്ട് നമുക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇല ആദ്യം തന്നെ പറിച്ച് നമുക്ക് കളക്ട് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഇല പറിച്ചുകൊണ്ട് വരാം. ഈ നിൽക്കണ കേട്ടോ അതിന് ശരിക്കും മരം വേണം. ഇതുപോലെ ഇങ്ങനെ ഒരു ഇന്ന മരത്തിപ്പുണ്ട്, അവിടെ ഒരു മരത്തിപ്പുണ്ട്, എവിടെയൊക്കെ മരത്തിപ്പുണ്ട്. നമ്മളിത് പറിക്കാൻ വന്ന സ്ഥലമാണ് ഇത്. ഹായ്. അപ്പോൾ നമ്മൾ മലയുടെ മേളിലെത്തി കേട്ടോ. മലയുടെ മേളിലെത്തി, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എന്താ പലയുടെ അടുത്തെത്തി. ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കായ ഇങ്ങനെ ഉണ്ടായിക്കണം. ഈ കായയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായ രണ്ട് സൈഡിലും ഇങ്ങനെ മുട്ടിങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വിത്ത് പോകുന്നത് നമ്മുടെ അപ്പൂപ്പന്താടി പോലത്തെ സംഭവം ഇങ്ങനെ പറന്ന് കിടക്കും. അപ്പോൾ ഈ നമ്മുടെ ഹൈ റേഞ്ച് ഏരിയയിൽ ഇഷ്ടം പോലെ ഈ സംഭവം, മല ഏരിയകളിൽ ഈ മലയുടെ സൈഡിൽ കൂടെ ഇഷ്ടം പോലെ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോസസ്സിങ് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇല നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പറിച്ച് ഒടിച്ചെടുക്കുക. ഇതിന്റെ അകത്തേക്കൂടെ ഒരു ലിക്വിഡ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് ലിക്വിഡ് വരുന്നുണ്ട്, ഒരു പാല് പോലത്തെ രീതിയിൽ. അതിന്റെ ഇലയിലും പാലുണ്ട്. ഈ ഇല ശരിക്കും നമ്മൾ പറിച്ചെടുത്ത് നമുക്ക് പല്ലുവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ചുമ്മാ വായിട്ട് കടിക്കാം. ചുമ്മാ ഈ സാധനം എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാന്താരിമുളക് തിന്നുന്നേക്കാളും, അത് കാന്താരിമുളകിന്റെ തിന്നു കഴിയുമ്പോൾ നമുക്ക് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തന്നെ അങ്ങ് മാറും. ഇതെങ്ങും വായിലിട്ട് ചവച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഞങ്ങളിത് പറിച്ചു കൊടുക്കും. ഇത് നല്ല സൂപ്പറല്ലേ, ഈ ഇല പറിച്ച് തിന്നാൽ നമുക്ക് ഭയങ്കര ആരോഗ്യമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും പറ്റിക്കുമായിരുന്നു. ആ സാധനം പറിച്ചു കൊടുക്കുമ്പോഴത്തേനും അവരെ കിളി മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല നമ്മൾ കൊണ്ടുവന്ന് കുറേ ഇല കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഈ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് അത് 7 ദിവസം വെയിൽ കൊള്ളിച്ച് 7 ദിവസം, അതായത് രാവിലെ 10 മണി തൊട്ട് നല്ല വെയിലുള്ള സമയം ഒരു 3 മണി വരെ വെയിലാറി കഴിയുമ്പോഴത്തേക്കും തണലുള്ള സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയും അങ്ങനെ 7 ദിവസം പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ എണ്ണ ഉണ്ടാകുന്നത്. ഈ എണ്ണയും കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ തലയിലുണ്ട്, ഈ തലയിൽ താരൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ത്വക്ക് രോഗങ്ങളെല്ലാം തന്നെ, അതുപോലെ ഹെയർ ഫോൾസ് കുറയും. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നരയ്ക്ക് വരെ ഗുണമാണെന്നാണ് പറയുന്നത്. അതായത് നരയ്ക്ക് വരെ വ്യത്യാസമാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു സംഭവം, ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2 വർഷമായിട്ട് നമ്മൾ ഈ സംഭവം എണ്ണ ഉണ്ടാക്കി യൂസ് ചെയ്യാനാണ് വീട്ടിൽ ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഇല കളക്ട് ചെയ്യണം. ഈ ഇല കളക്ട് ചെയ്യണതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇതിന്റെ പൂവുണ്ടായി കിടക്കണുണ്ടോ നിങ്ങൾ? പൂവുണ്ടായി കിടന്നെങ്കിൽ നമുക്കത് ഈ മരത്തിൽ നിന്ന് ഇലകൾ നമുക്കൊന്ന് കളക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് പറിച്ചെടുക്കൽ ഇച്ചിരി പാടാട്ടോ. ഓ, അത് തൊലി ഇങ്ങനെ ഊരിപ്പൂടാ. മറ്റേ അതിൻ്റെ വള്ളി നമ്മള് സാധനമൊക്കെ പറിച്ചതേ
നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഇത്ര ഇല മതി കേട്ടോ. ഇത്രയും ഇല മതി. നമുക്കിതും കൊണ്ടാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി ഒന്ന് അവിടെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഇരിഞ്ഞെടുക്കണം. ഇല മാത്രം ആക്കണം, കമ്പൊന്നും പാടില്ല, ഇല മാത്രം മതി നമുക്ക്. അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇലയും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇലയും കൊണ്ട് വീട്ടിലെത്തി. ഇനിയിപ്പോ ഇല എങ്ങനെ പറിച്ചെടുക്കണതാണ് കേട്ടോ. നമ്മളിതിന്റെ ഇല ഇവിടെ കൊണ്ടുവന്ന് ഈ ഇല ഈ ഉരുളിക്കകത്ത് സാധാരണ പറഞ്ഞ ഓട്ടുരുളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് വെക്കാൻ ഏറ്റവും സെറ്റപ്പ്. നമ്മളിത് കൊണ്ടുവന്ന് ഇപ്പൊ ഈ ഇല പറിച്ച് ഇതിന്റെ അകത്തേക്ക് ഇടണം, വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമുക്കിനി അത്യാവശ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല പറിച്ചതിന്റെ അകത്തേക്ക് ഇടുക. ഓക്കെ, അപ്പൊ ആ പണി നമുക്ക് ചെയ്യാം. ഊരിയൊക്കെ എടുത്താലും മതി കേട്ടോ. ഇല ഇത്രയും ഏകദേശം ഇല ഇത് ഇത്രയും പറിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സഹായത്തിന് ഇന്ന് ക്യാമറമാനും ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മട്ടി ഒക്കെയാണ്. ഇതുണ്ട് ഞങ്ങള് ഇതിനു മുമ്പ് നമ്മളിത് ഉണ്ടാക്കിയിട്ടില്ലേടി? ഉണ്ടാക്കിയിട്ടുണ്ട്. 5 കിലോയ്ക്ക് എങ്ങാണ്ട്. 5 കിലോ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ്ടായിരുന്നു ഉപയോഗിച്ചിട്ട്? ഇത് ഇവളുടെ തലമുടി ഉണ്ടോ? ഇങ്ങണ്ടോ? ഇപ്പൊ എണ്ണ ഒന്നും തേക്കാതിരിക്കും കേട്ടോ. ഇന്നിപ്പോ എണ്ണ തേക്കില്ല, ഇടയ്ക്കൊക്കെ എണ്ണ തേക്കാറില്ല. കുഴപ്പമില്ല, നല്ലതാ. നമ്മൾ ഊരി ഇട്ടേക്കാണ്. ഇത് നമ്മൾ 4 കിലോ വെളിച്ചെണ്ണയ്ക്കാണ് ഉണ്ടാക്കണേ. അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെ അടുത്ത കംപ്ലീറ്റ് പരിപാടികൾ നമ്മൾ ഇല ഊർത്തി എടുത്ത് റെഡിയാക്കിയിട്ട് വേണം ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ. മില്ലിൽ നിന്ന് ആട്ടി മേടിച്ചുകൊണ്ടെന്ന് വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണയാണ് ശരിക്കും ഒഴിച്ചു കൊടുക്കുന്നത്. 4 ലിറ്റർ വെളിച്ചെണ്ണ മേടിച്ചു. ഏകദേശം അത് മതി. അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാ കേട്ടോ. വെളിച്ചെണ്ണ വേഗം തന്നെ ഒഴിച്ചേക്കാം. വെളിച്ചെണ്ണ ഇങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. അതാണ് ഇതിന്റെ പരിപാടി. എല്ലാരും പറയും ഇത് തിരുമ്മണം എന്നൊക്കെ പറഞ്ഞ്. തിരുമ്പൊന്നും വേണ്ട, ഇതിങ്ങനെ ചുമ്മാ ഒന്നും ചെയ്യണ്ട. ഈ ഇല ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വെയിലത്തേക്ക് വെച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഇതിന്റെ അകത്തുനിന്നുള്ള സംഭവങ്ങളെല്ലാം ഇതിന്റെ അകത്തേക്ക് ചാടിക്കോളും. ഇപ്പൊ കണ്ടോ, വെളിച്ചെണ്ണ ഏകദേശം മുങ്ങി നിൽക്കാൻ പാകത്തിനായി. വേണേ ഒരു ശകലം കൂടി ഒഴിച്ചേക്കാം. ഇവിടെ ഈ ഉരുളി കറക്റ്റായിട്ട് ഇരിക്കാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് കിടക്കണേ. ഏകദേശം ഇല മുങ്ങി കിടക്കാൻ പാകത്തിന് ഒരു സംഭവം മതി. അപ്പൊ നമ്മൾ അതിനുള്ള പണിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ ഏകദേശം എന്തെങ്കിലും ഇത് എത്ര ഇപ്പൊ കണ്ടോ, കറക്റ്റ് മുങ്ങി കിടക്കണം. കറക്റ്റ് മുങ്ങി കിടന്നാൽ നമുക്ക് ഒട്ടും പോകണ്ടാവില്ല. അപ്പൊ ഇനി നമുക്കിത് കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. നല്ല ഇപ്പൊ മൊത്തം മഴക്കാറാണ്. അപ്പൊ എങ്ങനെയാവൂന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കിത് കൊണ്ടുപോയി വെയിലത്തേക്ക് വെക്കാം. ഇനിയിപ്പോ 7 ദിവസം നമുക്കിത് ഒരു രാവിലെ 9 മണിക്ക് എടുത്ത് വെക്കണം. വൈകുന്നേരം ഇപ്പൊ നമ്മൾ വെച്ചേക്കണ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മണിയായി. അത് കുഴപ്പമില്ല. ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വെയിൽ ഉദിക്കില്ലേ, ആ സമയത്ത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം എടുത്ത് തണലിലേക്ക് വെക്കണം. അപ്പൊ അത് നമ്മൾ കാണിച്ചു തരാം. ഇനിയിപ്പം ബാലൻസ് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം 5 ദിവസമായിട്ടോ. ഈ 5 ദിവസമായി കഴിയുമ്പോൾ തന്നെ എണ്ണയുടെ ഏകദേശം സ്വഭാവമൊക്കെ മാറി തുടങ്ങി. അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇല നന്നായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇളക്കിയിടാൻ പറ്റിയില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതായത് ഈ കളറ് മൊത്തം മാറി എണ്ണയിലേക്ക് മൊത്തം ഇത് പിടിക്കണം കേട്ടോ. എണ്ണയുടെ കളർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ല സൂപ്പർ ഒരു കളറായില്ലേ നിൽക്കണ്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ സംഭവം ഓക്കെ കേട്ടോ. ഇനി നമുക്കിതൊന്നും കൂടി ഊറ്റാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം കേട്ടോ ഇലയൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഇതിൻ്റെ അകത്ത് ഇലക്കകത്തുള്ള സംഭവം എല്ലാം വലിഞ്ഞ് നല്ല ഇതുണ്ടോ കരിയില പോലെ ആയതുണ്ടോ. കരിയില പോലെ ആയതുകൊണ്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഇലക്കകത്തുള്ള എല്ലാ സംഭവം ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നുണ്ട്. ഊറ്റി ഒരു ചെറിയൊരു ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടെ ഇരുന്നാൽ മാത്രം കേട്ടോ ഇതുപോലെ ഇനി ഇച്ചിരി കളർ വ്യത്യാസമാകും. വേറൊരു കളറിലേക്കും കൂടെ വരും. അതായത് ഈ ഇലയുടെക്കാളും ഒരു ഇച്ചിരി ഒരു കളറിലേക്ക് എത്തിയത്. അപ്പം
നമ്മൾ ഒരാഴ്ച കാലം, അതായത് 7 ദിവസം, അപ്പൊ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഇതിന്റെ അടുത്ത് വീഡിയോയിലത്ത് കാണിച്ചു തരാം. നമ്മൾ 7 ദിവസം കാലം വെയിൽ കൊള്ളിച്ച് 10 മണിക്ക്, ഏകദേശം 10 മണി മുതൽ ഒരു 3 മണി വരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെയിലത്ത് വെച്ചത്. ഇപ്പൊ നമ്മളൊരു 3 മണിയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മുടെ ഡേറ്റ് കറക്റ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് ഈ എണ്ണ ഈ കുപ്പിക്കകത്തേക്ക് ഊറ്റിയെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ അകത്തുനിന്ന്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് പക്കായിട്ട് ഇല നമ്മൾ ഊറ്റി ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതാ അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും കേട്ടോ. ഇത് പിഴിഞ്ഞിങ്ങനെ വരുന്ന വേസ്റ്റുകളല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ കുടിക്കാൻ നേരത്തൊക്കെ ഉപയോഗിക്കാം. നേരത്തെ വെച്ച് കുടിക്കാനുള്ള സംഭവം എടുക്കാം. നമ്മൾ ഫുള്ള് പിഴിഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുന്നത്. കുറച്ചുകൂടെ ഉണ്ട്. അത് കുറെ കഴിയുമ്പോൾ ഒന്നര വെയിലത്ത് വെച്ച് നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഈ ദന്തപ്പാലയുടെ എണ്ണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ദന്തപ്പാല ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ നമ്പർ കൊടുത്തേക്കാം. എണ്ണ നമ്മൾ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. എന്ത് വേണേലും നമുക്കാവാം. അതുപോലെ ഇതുപോലെ ഈ പ്രോസസ്സിങ് സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തലയിൽ തേക്കാം, താരനുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങളൊക്കെ എല്ലാത്തിനും നല്ലതാണ്. നമുക്ക് കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ മേത്ത് തേച്ച് വെച്ച് സോപ്പ് ഉപയോഗിക്കാതെ കുടിച്ചാൽ മതി. ഒക്കെ നല്ല സംഭവങ്ങളാണ്. അതായത് നമ്മളിതിൻ്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടോ. അതിൻ്റെ ഓയിൽ ശരിക്കും പറയാൻ ഇതിലുണ്ടോ അല്ല, കിഡ് സംഭവമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓയിൽ ഇരിക്കുന്നത്. കേട്ടോ ഇതുണ്ടോ. ഇതപ്പോ നമ്മുടെ ഓയിൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുവാണെങ്കിൽ നമുക്ക് വലിയ കാര്യം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മളോട് നമുക്ക് കമന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അതിമനോഹരമായ ഒരു കാഴ്ചയും നമുക്ക് വീണ്ടും വരാം. ഇതുപോലെ വെറൈറ്റി കണ്ടന്റുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.